ചുറ്റും കോൺക്രീറ്റ് കൂനകളാണ്. വെടിമരുന്നിൻ്റെ മണവും പുകയുമാണ്. ആകാശത്തു കൂടെ തീപ്പൊരികൾ ചീറിപ്പായുന്നുണ്ട്. അതൊന്നും പക്ഷേ ഗസയെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. നിലക്കാതെ പെയ്തുകൊണ്ടിരിക്കുന്ന ആക്രമണ പെരുമഴകൾക്ക് നടുവിൽ നിന്ന് അവർ പടച്ച റബ്ബിൽ ഹംദോതി. ഭീകരമായ സ്ഫോടന ശബ്ദങ്ങളെപ്പോലും കവച്ചുവെച്ച് തെരുവുകളിൽ തക്ബീർ മുഴങ്ങി. ഇസ്രയേൽ കൊന്നൊടുക്കിയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ പടച്ചവന് മുന്നിൽ ഒരിക്കൽ കൂടി അവരുടെ പ്രാർത്ഥനകൾ കണ്ണീരായി. സാധാരണ ഗസയിൽ റമദാനും പെരുന്നാളുമെല്ലാം ആഘോഷങ്ങളാണ്. പൂത്തിരികൾ കത്തിച്ചും പാട്ടുപാടിയും കൈമുട്ടിയും തെരുവ് നീളെ അലങ്കാര വിളക്കുകൾ വെച്ചുമൊക്കെയാണ് റമദാനെയും ഈദിനെയും അവർ വരവേൽക്കാറുള്ളത്. എന്നാൽ ഇത്തവണ അവരുടെ തെരുവുകളിൽ സ്ഫോടനങ്ങളുടെ തീപ്പൊരികളായിരുന്നു. അലങ്കരിക്കാൻ തെരുവുകളോ വീടുകളോ അവർക്കില്ലായിരുന്നില്ല. എന്നാലും കൈമുട്ടിയും പാട്ടുപാടിയും തന്നെയാണ് അവർ പെരുന്നാളിനെ വരവേറ്റത്. പെരുന്നാൾ അത്രമേൽ സന്തോഷമല്ല ഇത്തവണ ഞങ്ങൾക്ക്. കുട്ടികൾക്ക് പോലും കളിപ്പാട്ടങ്ങളും മറ്റും വാങ്ങിക്കാനൊന്നും താല്പര്യമില്ല എന്ന് അഹമ്മദ് ഇസ്മായിൽ എന്ന കച്ചവടക്കാരൻ പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലാ നിലക്കും കഷ്ടപ്പെടുകയാണ്. ആളുകൾ അതിജീവിക്കാൻ പാടുപെടുകയാണ്. അവരുടെ കുടുംബങ്ങളുടെ വിശപ്പകറ്റാനുള്ള നെട്ടോട്ടത്തിലാണ് അവർ. ഇക്കാലത്തിനിടെ ഞങ്ങൾ അനുഭവിച്ച ഏറ്റവും മോശമായ അവസ്ഥയാണിപ്പോൾ എന്ന് പറയുന്നത് ജാബിർ ഹസൻ എന്നയാളാണ്. എന്നാൽ ഈ ദുരന്തങ്ങളെല്ലാം മാറ്റിവെച്ച് അവർ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. തകർന്നടിഞ്ഞ പള്ളികളുടെ പരിസരത്തു മറ്റുമായിരുന്നു അവരുടെ നിസ്കാരശേഷം പരസ്പരം ഹസ്തദാനം നടത്തി. ഹൃദയം കൊണ്ട് ആശ്ലേഷിച്ചു. സമാധാനത്തിൻ്റെ പ്രാർത്ഥനകൾ കൈമാറി. വടക്കൻ ഗസയിൽ ആർത്തലച്ചു പെയ്യുന്ന മഴയിലായിരുന്നു അവരുടെ നിസ്കാരം. ചോർന്നൊലിക്കുന്ന ടെന്റുകൾക്കുള്ളിലും പുറത്ത് മഴ നനഞ്ഞും അവർ പ്രാർത്ഥനകളിൽ മുഴുകി. നിസ്കാരത്തിനിടെ പലരും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ജബലിയ ക്യാമ്പിൽ നടന്ന നിസ്കാരം പെരുമഴയത്തായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ മഴ നനഞ്ഞ് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചിട്ടുണ്ട്.